ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് കരുതുന്നില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. സോണിയാഗാന്ധിക്കെതിരെ ഇതുവരെ ഒരു തെളിവും വന്നിട്ടില്ല. ആകെ പുറത്തു വന്നിട്ടുള്ളത് ചിത്രങ്ങൾ മാത്രമാണെന്നും MA ബേബി പറഞ്ഞു. ആ പ്രതികരണം കാണാം. ഞാൻ പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായ 2 സംസ്ഥാനങ്ങളിൽപ്പെട്ട കുറ്റവാളികളും പ്രതികളും അവർ നേരത്തെ കടന്നു ചെല്ലാൻ വളരെ ബുദ്ധിമുട്ടുള്ള ദുർഗമമായ ഒരു ദുർഗം പോലെ ഈ സുരക്ഷാ വളയങ്ങളുള്ള ഒരു സ്ഥലത്ത് ഒന്നിലധികം തവണ ചെല്ലുന്നു, കയ്യിൽ ചിലതെല്ലാം കെട്ടിക്കൊടുക്കുന്നു. അതിൽ ബന്ധപ്പെട്ട മഹദി എനിക്ക് വളരെ ബഹുമാനമുള്ള നേതാവാണ്. ഡൽഹിയിൽ വെച്ച് ഞങ്ങൾ പലപ്പോഴും കാണുകയും അവരെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ബന്ധപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നേ ഇല്ല. അത് വെറുതെ ഔപചാരികമായി പറയുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ അവർ ഉൾപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ നടന്ന ഈ ശബരിമലയിൽ നടന്ന സ്വർണവുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ സോണിയാഗാന്ധിക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് യാതൊരു തെളിവുകളും വന്നിട്ടില്ല. ന്യൂനപക്ഷങ്ങളെ വോട്ട് ബാങ്കായി ചിലർ കാണുന്നെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി മറ്റൊരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു. ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അവർക്കൊപ്പം എന്നും നിൽക്കുന്നവരാണ് LDF എന്നും MA ബേബി പറഞ്ഞു. മറ്റു പലർക്കും ഈ മതവിഭാഗങ്ങളെ അവരുടെ വോട്ട് ബാങ്കുകളായിട്ട് ഉപയോഗിക്കുക എന്നുള്ള സമീപനം ഒരിക്കലും ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷത്തെ ഉപേക്ഷിക്കാൻ കഴിയില്ല. എല്ലാതരം ന്യൂനപക്ഷങ്ങൾക്കും ഒപ്പം നിൽക്കുന്നവരാണ് ഇടതുപക്ഷം. മതന്യൂനപക്ഷം, ഭാഷാ ന്യൂനപക്ഷം, ലൈംഗിക ന്യൂനപക്ഷം ഉൾപ്പെടെയുള്ള ഏത് ന്യൂനപക്ഷമാണെങ്കിലും അവരുടെ അവകാശത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുക, പൊരുതുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ സമീപനമാണ്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, നേരത്തെ UDF ഉന്നയിച്ച തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിച്ച ആ മുദ്രാവാക്യം, തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിച്ച മുദ്രാവാക്യമായിരുന്നു സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന ആ ഗാനം, ആ പാരഡി ഗാനം. അതിന് മറുപടിയായി LDFന്റെ ഭാഗത്ത് നിന്ന്, CPIMന്റെ ഭാഗത്ത് നിന്ന് സ്വർണം കട്ടവരാരപ്പ കോൺഗ്രസ്സാണേ അയ്യപ്പ എന്ന ആ മറുപടിക്ക് കാരണമായി അവർ ചൂണ്ടിക്കാട്ടിയിരുന്നത് സോണിയാഗാന്ധിയും ഈ കേസിലെ പ്രതിയായിട്ടുള്ള സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ചിത്രങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ CPIM ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ അതിനെ നിരാകരിക്കുകയാണ്. സോണിയാഗാന്ധിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് കരുതുന്നില്ല എന്നാണ് MA ബേബി ഇപ്പോൾ കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്. ആകെ പുറത്തു വന്നിട്ടുള്ളത് ചിത്രങ്ങൾ മാത്രമാണെന്നും CPIMന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ടോബി? ദിലീപ് കുമാർ, തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരുന്നു ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട്. രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ, പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയിലെത്തിയപ്പോൾ ഈ ഗാനം വേദിയിൽ പാടുകയും ചെയ്തു. അതോടുകൂടി വലിയ രീതിയിൽ വീണ്ടും ഇത് ചർച്ചയായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ബൃന്ദാകാരാട്ട് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ സോണിയാഗാന്ധിയുടെ KC വേണുഗോപാലിലേക്ക് പേര് ഉയർത്തി പറഞ്ഞുകൊണ്ട് ഒരു മറുപാരടി ഇറക്കി പാടിയത്. അങ്ങനെ സജീവമായി ചർച്ച നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ MA ബേബി തന്നെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നത്. അതായത് സോണിയാഗാന്ധിക്ക് നേരിട്ട് ഈ വിഷയത്തിൽ പങ്കുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല, പങ്കില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും സുരക്ഷയുള്ള ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഈ വ്യക്തി വന്നത് എങ്ങനെയാണ്, പോറ്റി വന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ KC വേണുഗോപാലിന്റെ ഇതുമായിട്ടുള്ള ബന്ധം, അതോടൊപ്പം തന്നെ ഈ 2 സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു, KC വേണുഗോപാലിന്റെയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെയും. ഇത് എന്തിനെടുത്ത നടപടിയാണ്? അപ്പോൾ ആർക്കെങ്കിലും ബന്ധമുണ്ടോ എന്ന് സംശയിക്കുകയാണെങ്കിൽ അതിനെ തെറ്റ് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. സോണിയാഗാന്ധിക്ക് ഇതിൽ എന്തായാലും നേരിട്ട് പങ്കില്ല എന്നുള്ളൊരു വാക്ക് അത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വീണ്ടും വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.